എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പഴംപൊരിയാണ് കേട്ടോ. ഇത് എണ്ണയൊന്നും കുടിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടാണ് ഈ പഴംപൊരി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇത് എൻ്റെ രീതിക്ക് ആണ് കേട്ടോ ഞാൻ ഈ പഴംപൊരി ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദയുടെ കൂടെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക്. പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ആവശ്യമായ പഞ്ചസാരയാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. പിന്നെ പഴംപൊരിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. എല്ലാം ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കട്ടോ. 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് മൈദാമാവ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് പിന്നീടും കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് കട്ടകളൊന്നും ഇല്ലാതെ ഇത് നമുക്ക് കലക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ മൈദമാവ് കട്ടകളൊന്നുമില്ലാതെ നന്നായി കലക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇനി ഇത് പൊരിച്ചെടുക്കാനുള്ള പഴം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മുഴുവൻ പഴം നടുക്കെ മുറിച്ചതിന് ശേഷമാണ് കട്ട് ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാനിന്ന് ചെറുതാക്കിയാണ് പഴംപൊരി ഉണ്ടാക്കാൻ വിചാരിച്ചത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഗ്യാസ് ഓണാക്കിയതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് പഴംപൊരി പൊരിച്ചെടുക്കാം കേട്ടോ. ഓരോന്നായിട്ടും പൊരിച്ചെടുക്കാം. ഈ രണ്ടൊന്നിച്ചായിട്ടും ഒക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് പൊരിച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ തീരെ എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ പഴംപൊരിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.